എടോ പിണറായി വിജയ, ഉളുപ്പുണ്ടോ? ഉളുപ്പുണ്ടോ? ഇതൊക്കെ മതിയൊക്കെ പോണ പോക്ക് തന്നെങ്കിലും ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് പറഞ്ഞു പോയി. അങ്ങനെ പറഞ്ഞു പോയി, പറയേണ്ടിയില്ലായിരുന്നു. മനുഷ്യന്മാരല്ലേടോ നമ്മളൊക്കെ, അല്ലേ? തെറ്റുകൾ പറ്റില്ലേ എടോ വിജയ? തെറ്റുകൾ പറ്റും എല്ലാവർക്കും. തെറ്റുകൾ പറ്റിയാൽ തെറ്റ് പറ്റിപ്പോയി, അല്ലാതെ തെറ്റ് പറ്റില്ല പറയാം. നീ ആരാണ്? ദൈവമാണ്. എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ പ്രമുഖ പത്രങ്ങൾ എങ്ങനെയൊക്കെയാണ് വാർത്തകൾ കൊടുത്തതെന്ന് നോക്കാം. ആദ്യം നമുക്ക് മലയാള മനോരമയുടെ പ്രധാന തലക്കെട്ട് ആഞ്ഞു കുത്തി എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇന്നിറങ്ങിയ മറ്റു പത്രങ്ങളിൽ നിന്ന് മലയാള മനോരമയെ വ്യത്യസ്തമാക്കുന്നത് ഈ ഒരു തലക്കെട്ടാണ്. ആഞ്ഞു കുത്തി. ഇതിൽ പരം ഭാവനാത്മകമായൊരു തലക്കെട്ട് വേറെ ഉണ്ടാവില്ല കേട്ടോ. ആഞ്ഞു കുത്തി എന്ന് പറയുന്നത്, അതായത് വോട്ടിംഗ് പേഴ്സൻറ്റേജ് മുൻ തവണത്തെക്കാളൊക്കെ ഉയർന്ന വോട്ടിംഗ് ശതമാനമാണ് ഇപ്രാവശ്യം ഉണ്ടായത്. അതായത് 78.3%. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളെല്ലാവരും വളരെ ആവേശത്തോടെ വന്ന് വോട്ട് ചെയ്തു എന്നുള്ളതാണ് മനോരമ ആഞ്ഞു കുത്തി എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ആഞ്ഞു കുത്തുമ്പോഴാണ്, ആഞ്ഞു കുത്തുന്നത് പ്രതിഷേധമുണ്ടാവുമ്പോഴാണ്, ദേഷ്യമുണ്ടാവുമ്പോഴാണ്, വെറുപ്പുണ്ടാവുമ്പോഴാണ് നമ്മൾ ആഞ്ഞു കുത്തുക, അല്ലെ? ആഞ്ഞു കുത്തിയതാണ് എന്ന് മലയാള മനോരമ പറയുന്നു. വരാനിരിക്കുന്നത് മെയ് 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ സംഭവിക്കാനിരിക്കുന്നത് വൻ UDF തരംഗമാണ്. അല്ലെങ്കിൽ LDFന് ഏറ്റവും എന്താ പറയാ, ഒരു വമ്പിച്ച പരാജയം, അല്ലെ? അപമാനകരമായ പരാജയമാണ് LDFന് സംഭവിക്കാൻ പോകുന്നത് എന്ന് എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മലയാള മനോരമ വളരെ അലങ്കാരികമായി ആഞ്ഞുകുത്തി, ജനങ്ങളാകെ ആഞ്ഞുകുത്തി എന്ന് പറയുന്നത്. അതോടെ നിൽക്കട്ടെ. ഇതിൽ ഏറ്റവും രസകരമായ ഒരു സംഭവം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഒരു വിശദീകരണമാണ് കേട്ടോ. അതിങ്ങനെയാണ്: ഡാഷ് അവരവർക്ക് പൂരിപ്പിക്കാം എന്ന് പറയുന്നത്. എന്താണ് ഡാഷ് അവരവർക്ക് പൂരിപ്പിക്കാം? മുഖ്യമന്ത്രി ഈ ഡാഷ് എന്നുള്ളത് ഓരോരുത്തർക്കും പൂരിപ്പിക്കാം എന്നാണ് പറയുന്നത്. അതായത് അറിയാലോ, കഴിഞ്ഞ ദിവസം രേവന്ത് റെഡ്ഡിയെ, നമ്മുടെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ പിണറായി വിജയൻ വിളിച്ചത് ഡാഷിന്റെ മോനെ എന്നാണ്. എന്താണ്? ഡാഷിന്റെ മോനെ രേവന്തേ എന്ന് വിളിച്ചപ്പം സാധാരണ രീതിയിൽ നമ്മുടെ ഒരു പൊതുബോധം അനുസരിച്ച് ഡാഷിന്റെ മോനെ എന്ന് വിളിച്ചാൽ അതിന്റെ അർത്ഥം നായിന്റെ മോനെ എന്ന് തന്നെയാണ്. അതല്ലാതെ പൊന്നു മോനെ, പുന്നാര മോനെ എന്നൊക്കെ വിളിക്കണമെങ്കിൽ ഡാഷിന്റെ മോനെ എന്നല്ല വിളിക്കുക. സാധാരണ നമ്മൾ വളരെ വളരെ പ്രിയപ്പെട്ടവരെ നമ്മൾ വിളിക്കുക ഡാഷിന്റെ മോനെ, എടാ ഡാഷിന്റെ മോനെ എന്നാണോ? അല്ല. പക്ഷെ മുഖ്യമന്ത്രി പറയുന്നത് എന്താ അറിയോ? ഡാഷിന്റെ മോനെ എന്ന് വിളിക്കാം, എല്ലാവർക്കും ഇനി ഡാഷിന്റെ മോനെ എന്ന് വിളിക്കാം. ഡാഷിന്റെ മോനെ എന്നുള്ളതിന്റെ അർത്ഥം എന്തല്ല? നായിന്റെ മോനെ എന്നല്ല. പകരം നമുക്ക് എല്ലാവർക്കും പൂരിപ്പിക്കാം. അതായത് ഇപ്പൊ ഡാഷിന്റെ മോനെ എന്ന് രേവന്ത് റെഡ്ഡിയെ വിളിച്ചാൽ രേവന്ത് റെഡ്ഡിക്ക് തീരുമാനിക്കാം ഡാഷ് എന്താണ്. നല്ല വിശദീകരണം, അല്ലെ? നല്ല ക്യാപ്സ്യൂളാണ്. വാർത്ത ഇങ്ങനെയാണ്: തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കെതിരായ ഡാഷ് മോൻ പരാമർശത്തിലെ ഡാഷ് അവരവർ പൂരിപ്പിക്കേണ്ടതാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അഴിമതി കേസിൽ ജയിലിലായ ആളാണ് ഇദ്ദേഹം. ആര്? രേവന്ത് റെഡ്ഡിയോ? രേവന്ത് റെഡ്ഡി അഴിമതി കേസിൽ ജയിലിലായ ആളാണോ? എന്റെ ഓർമ്മയിൽ അങ്ങനെ വരുന്നില്ല. അതുപോട്ടെ, അത് നമുക്ക് നോക്കാം. കൂടുതൽ കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പറയാം. പ്രതിപക്ഷ നേതാവ് വനവാസത്തിന് പോകുമോ എന്ന ചോദ്യത്തിന്, അങ്ങനെയാണല്ലോ VD സതീശൻ പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിൽ UDF അല്ല അധികാരത്തിൽ വരുന്നതെങ്കിൽ, അതായത് UDF തോൽക്കുകയാണെങ്കിൽ, LDF വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ താൻ വനവാസത്തിന് പോകുമെന്നാണ് VD സതീശൻ പറഞ്ഞിരുന്നത്. അപ്പോൾ VD സതീശൻ വനവാസത്തിന് പോകുമോ എന്ന ചോദ്യത്തിന് വോട്ട് എണ്ണിയ ശേഷം പറയാമെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. വോട്ട് എണ്ണിയ ശേഷം പറയാം. അങ്ങനെയാണോ സാധാരണ പിണറായി വിജയൻ പ്രതികരിക്കാറുള്ളത്? അല്ലല്ലോ. എന്ന് പറഞ്ഞാൽ പിണറായി വിജയനും തോന്നി മൂന്നാം തവണ ഇല്ല എന്ന് ആർക്കും തോന്നിയിരിക്കുന്നു? പിണറായി വിജയനും തോന്നിയിരിക്കുന്നു. അപ്പോഴാണ് പിണറായി വിജയൻ പറയുന്നത് ഡാഷിന്റെ മോനെ എന്ന് വിളിച്ചത് നായിന്റെ മോനെ എന്നല്ല. ആർക്ക് പൂരിപ്പിക്കാം? രേവന്ത് റെഡ്ഡിക്ക് പൂരിപ്പിക്കാം. ഇങ്ങനെ ഒരു വെറുക്കപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല കേട്ടോ. ഉണ്ടോ? നിങ്ങൾ പറ. ഇത്ര വെറുക്കപ്പെട്ട. ഇതിന്റെ മറ്റൊരു രസം എന്ന് പറഞ്ഞാലേ, ഈ വെറുക്കപ്പെട്ടവനാണ് ഇയാളെന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാം. ഇത്രമാത്രം ഈ ദുർമുഖം കണ്ടാൽ അന്നത്തെ പരിപാടി ഒന്നും നടക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും ഇയാളുടെ കൂറ്റൻ ഹോർഡിങ്ങുകളാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ.
ഏതാണ്ട് 27 കോടി രൂപയുടെ 6000-ഓളം ഈ കൂറ്റൻ ഹോർഡിങ്ങുകൾ കേരളം മുഴുവൻ. ഇത് കണ്ടിട്ട് ജനങ്ങൾ ഇങ്ങനെ സിരിയാജി പറഞ്ഞ മാതിരി ജനങ്ങൾക്ക് ഇങ്ങനെ കോൾമയിര്, വെറും മയിരല്ല കോൾമയർ, ജനങ്ങൾ ഇങ്ങനെ കോൾമയർ കൊള്ളുമെന്നാണോ ഈ സഖാക്കന്മാർ കരുതിയത്? ഈ 82 വയസ്സായ പിണറായി വിജയൻ അല്ലാതെ ഭരിക്കാൻ വേറെ ആരും ഇല്ലേ? അല്ല, അറിയാണ്ട് ചോദിക്കുക. ഇവർ പറയുന്നത് ഞങ്ങളല്ലാതെ മറ്റാരുണ്ട് എന്നാണ്. ഈ പിണറായി വിജയൻ അല്ലാതെ മറ്റാരുണ്ട് LDF അല്ലാതെ. എന്ത് ജനാധിപത്യ വിരുദ്ധമായ പ്രസ്താവനയാണ് ഇവർ പറയാണ്. കേരളം ഭരിക്കാൻ ഞങ്ങളേ ഉള്ളൂ. എന്താ സാധാരണ പറയേണ്ടത്? ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ജനങ്ങൾ തീരുമാനിക്കും. ജനങ്ങളോട് പറയേണ്ടത് നിങ്ങൾ തീരുമാനിക്കൂ, അല്ലേ? ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. കേരളം ഈ ഭരിക്കാനെന്നുള്ള പദത്തോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. ഈ കേരളത്തെ മുന്നോട്ട് നയിക്കാൻ, അങ്ങനെ നമുക്ക് പറയാം, കേരളത്തെ മുന്നോട്ട് നയിക്കാൻ അടുത്തൊരു 5 വർഷത്തേക്ക് കേരളത്തിന്റെ ഈ സംവിധാനത്തെയൊക്കെ ഒന്ന് ക്രമപ്പെടുത്താൻ, ചിട്ടപ്പെടുത്താൻ ആര് വേണമെന്ന് തീരുമാനിക്കുന്നത് ജനങ്ങളല്ലേ? അതിനല്ലേ ഈ വോട്ടെടുപ്പ്? അതിന് ഞങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതല്ലേ ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധ പ്രസ്താവന, ഫാസിസ്റ്റ് പ്രവണതയല്ലത്? അതല്ലേ ഫാസിസം എന്ന് പറഞ്ഞാൽ? അതല്ലേ ഞങ്ങളേ ഉള്ളൂ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ജനങ്ങളോട് പറയാണ്. അങ്ങനെ പറയാൻ പാടുണ്ടോ? ജനങ്ങളോട് പറയേണ്ടത് എന്താണ്? കഴിഞ്ഞ 5 വർഷം അല്ലെങ്കിൽ 10 വർഷം ഞങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, ഞങ്ങൾ ഇനി അടുത്ത 5 വർഷത്തേക്ക് ഞങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നു, നിങ്ങൾ ഞങ്ങളെ തെരഞ്ഞെടുക്കുക. അങ്ങനെ നമുക്ക് പറയാം, അല്ലെ? അങ്ങനെ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും പറയാം. അങ്ങനെ CPM-ന് പറഞ്ഞുകൂടാ? എങ്ങനെ പറയാം? അതായത് ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ടിയിരുന്നത് ഇവിടുത്തെ പാവപ്പെട്ട, അല്ലെ, താഴേക്കിടയിലുള്ള ജീവിക്കാൻ പാടുപെടുന്നവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒരു സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത്. ക്ഷേമ പെൻഷൻ 2500 രൂപ ആക്കും എന്ന് പറഞ്ഞിട്ടല്ലേ ഇവർ അധികാരത്തിൽ വന്നത്, അല്ലേ? കഴിഞ്ഞ 2021 ഇവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞത് ക്ഷേമ പെൻഷൻ 1600 എന്നുള്ളത് ഞങ്ങൾ എന്താക്കും, ഞങ്ങൾ 2500 ആക്കും. ആക്കിയോ? ഇവർ പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കിയല്ലോ. ഈ ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢിത്തമായിരിക്കും ഈ പ്രോഗ്രസ് റിപ്പോർട്ട് സാധാരണ ഇറക്കുക എന്ന് പറഞ്ഞാൽ. പരീക്ഷ എഴുതിയ ആൾക്കാരല്ല പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കും. ഉത്തരക്കടലാസ് നോക്കുകയും പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കുകയൊക്കെ ചെയ്യുന്നത് പരീക്ഷ എഴുതുന്നവരല്ല. അതിനെ നിരീക്ഷിക്കുന്ന മറ്റൊരു സംവിധാനമാണ് ഇതൊക്കെ ചെയ്യുക, അല്ലേ? കുട്ടികൾ പോയിങ്ങാണ്ട് പഠിക്കുന്നു, കുട്ടികൾ പരീക്ഷ എഴുതുന്നു, കുട്ടികൾ തന്നെ ഉത്തരക്കടലാസ് നോക്കുന്നു, കുട്ടികൾ തന്നെ പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കുന്നു, കുട്ടികൾ തന്നെ എന്നിട്ട് അത് രക്ഷിതാക്കളുടെ അടുത്ത് കൊണ്ടുപോകുന്നു, എന്നിട്ട് കുട്ടികൾ തന്നെ ഒപ്പിടുന്നു. ഇതെന്താ വെള്ളരിക്കപ്പെട്ടോ? പക്ഷെ പിണറായി വിജയന്റെ സ്റ്റൈൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, മൂപ്പർ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യും, എന്നിട്ട് ചെയ്തു എന്നങ്ങോട്ട് പറയും, മൂപ്പരന്നെ മാർക്കിടും, 100 മാർക്ക്, 1ാം റാങ്ക്, എന്നിട്ട് മൂപ്പര് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കും. ഇതിനേക്കാൾ വലിയ വിട്ടിത്തുണ്ടോ? എന്നിട്ട് ഞങ്ങൾ 97%, ഇനിയിപ്പോൾ 100% എന്ന് പറഞ്ഞിട്ട് ആൾക്കാർക്ക് ഇനി എന്തെങ്കിലും തോന്നണ്ടെന്ന് വെച്ചിട്ട് 97%. നമ്മൾ സാധാരണ ഈ വാഷിംഗ് സോപ്പ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പാത്രം കഴുകുന്ന സാധനങ്ങളുടെയൊക്കെ വിപണിയിലുള്ള ഈ പ്രോഡക്ട്സിനൊക്കെ പറയാം 99.99% കീടാണുക്കളെ ഇല്ലായ്മ ചെയ്യുന്നു. 100% കീടാണുക്കളെ ഇല്ലായ്മ ചെയ്യുന്നു പറയില്ല ഇവർ. കാരണം എന്ന് പറഞ്ഞാൽ എന്തായാലും ഇതിൽ കുറേ എണ്ണം അവശേഷിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു 99.99 പറയും. അതേപോലെയാണ് പിണറായി വിജയൻ 97% ഈ വാഗ്ദാനങ്ങൾ പാലിച്ചു. പാലിക്കാത്ത എത്ര വാഗ്ദാനങ്ങൾ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനം പാലിക്കേണ്ടിയിരുന്ന വാഗ്ദാനം എന്ന് പറഞ്ഞാൽ ഈ 2500 രൂപയാക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ അതാക്കില്ല. ഏറ്റവും അവസാനം അവസാനം 4 മാസം അവശേഷിക്കുമ്പോഴാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് ഈ 1600 എന്നുള്ളത് 2000 എന്തെങ്കിലും ആക്കിയത്. അന്നെങ്കിലും 2500 ആക്കി കൊടുക്കുക, അതാക്കില്ല 2000. എന്നിട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോഴാണ് MM മണി പറഞ്ഞത് നക്കി തിന്നിട്ട് വോട്ട് ചെയ്യാതെ പോയി. ഇമ്മാതിരി ടീമാണ്. ഇത് പറയാൻ തുടങ്ങിയാൽ തീരില്ല. ഞാൻ ഏതായാലും ഈ ഡാഷിന്റെ മോനെ എന്നുള്ള പ്രയോഗം ഏതായാലും വളരെ നന്നായി. മുഖ്യമന്ത്രി ഇങ്ങനെയൊരു തിരിച്ചറിവ്. അപ്പോൾ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് ഈ അധികാരം വിട്ട് പോകുന്ന ഈ പോക്കിൽ പറയുകയാണ്, കേരളത്തിലെ എല്ലാവർക്കും ഇനി ഡാഷിന്റെ മോനെ എന്ന് വിളിക്കാം. ഡാഷിന്റെ മോനെ എന്നുള്ളത് ചെറ്റ പോലെ അങ്ങനെയായിരുന്നല്ലോ. G. സുധാകരനെ ചെറ്റത്തരം, അയാളുടെ ചെറ്റത്തരം, അയാളുടെ ചെറ്റയാണ് എന്നൊക്കെ പറഞ്ഞത് ഈ ചെറ്റ എന്ന് പറയുന്നത് അത്ര മോശം പദമൊന്നുമില്ല, അതൊരു നല്ല പദമാണ് എന്ന് നേരത്തെ തന്നെ A. വിജയരാഘവൻ പറഞ്ഞിരുന്നു, അത് നല്ല പദമാണെന്ന്. അപ്പോൾ പിന്നെ അന്തംഗമികൾ ഇനിയിപ്പോൾ നമ്മുടെ ഈ സുഹൃത്തുക്കളായ അന്തംഗമികളുടെ കൂടെ പോകുമ്പോൾ അന്തംഗമികളുടെ ചിലപ്പോൾ നമ്മളെന്താ വിളിക്കാറിയോ, ചെറ്റേ എന്നൊക്കെ വിളിക്കും.
പരനാറി പരനാറി ചറ്റേ നികഷ്ടജീവി എന്നൊക്കെ ആയിരിക്കും ഇവർ വിളിക്കുക. അപ്പൊ നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കണം. കാരണം കുറ്റം പറഞ്ഞ കാര്യമില്ല. ഇവരിങ്ങനെ കാരണഭൂതം പറഞ്ഞ കാര്യങ്ങൾ ഇവരിങ്ങനെ അനുസരിക്കുകയാണ്. ഇനിയിപ്പോ നാളെ മുതൽ ഇവരെല്ലാവരും നമ്മളെന്ത് വിളിക്കും? ഡാഷിന്റെ മോനെ എന്ന് വിളിക്കും. നമ്മൾ ചിലപ്പം കണ്ണൂരിട്ടവരോട് ഡാഷിന്റെ മോനെ നായിന്റെ മോനെ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ വികാരം കൊള്ളും വേണ്ട. അതിന്റെ അർത്ഥം എന്താണ്? ഇവർ നമ്മളെ ഡാഷിന്റെ മോനെ എന്ന് വിളിക്കുന്നത് നമുക്ക് പൂരിപ്പിക്കുക എന്ന് പറയുന്നത്, നമുക്ക് ഇങ്ങോട്ട് പൂരിപ്പിക്കുക. അതായത് ഒരു സഖാവ് നമ്മളെ മുഖത്ത് നോക്കിയിട്ട് ഡാഷിന്റെ മോനെ എന്ന് വിളിച്ചാൽ നമുക്ക് ചിരിക്കണം. അയാളുടെ ഇങ്ങനെ ചിരിച്ചിട്ട് എന്നിട്ട് നമ്മൾ പൂരിപ്പിക്കുക ഡാഷിന്റെ മോനെ എന്നുള്ളത്. നമ്മളെന്തായാലും ഡാഷിന്റെ മോനെ എന്നുള്ളത് നായിന്റെ മോനെ നമ്മൾ പൂരിപ്പിക്കുമല്ലോ. അപ്പൊ നമ്മൾ പുന്നാര മോനെ, പഞ്ചാര മോനെ അല്ലേ, അങ്ങനെയൊക്കെ നമുക്ക് പൂരിപ്പിക്കാം. എടോ പിണറായി വിജയ, ഉളുപ്പുണ്ടോ? ഉളുപ്പുണ്ടോ? ഇതൊക്കെ മതിയൊക്കെ പോണ പോക്ക് തന്നെങ്കിലും ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് പറഞ്ഞു പോയി. പറയേണ്ടിയില്ലായിരുന്നു. മനുഷ്യന്മാരല്ലേടോ നമ്മളൊക്കെ അല്ലേ? തെറ്റുകൾ പറ്റില്ലേ എടോ വിജയ? തെറ്റുകൾ പറ്റും എല്ലാവർക്കും. തെറ്റുകൾ പറ്റിയാൽ തെറ്റ് പറ്റിപ്പോയി, അല്ലാതെ തെറ്റ് പറ്റില്ല പറയാം. നീ ആരാടോ? ദൈവമാണ്.